നമസ്കാരമുണ്ട്. ഈ നമുക്ക് കിട്ടാത്തൊരു സാധനം മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അതൊരു പ്രശ്നം തന്നെ. ഇപ്പം നമ്മുടെ തൊട്ടയൽവക്കത്ത് ഒരു 12 കോടി കേരള സർക്കാരിന് ലോട്ടറി അടിച്ചാൽ നമ്മൾ എത്ര സ്നേഹമുള്ള അയൽവാസിയായാലും ഉള്ളിലൊരു പ്രശ്നമാവും. അതേപോലെ തന്നെ സെക്സും നമുക്ക് കിട്ടണില്ല, വേറെയുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് താങ്ങൂല. അപ്പോൾ ഒരു ചേച്ചിനെ ഞാൻ കളിച്ച രംഗമാണ് പറയാൻ പോണത്. ഈ ചേച്ചീൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. ചേച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എംപ്ലോയ്മെൻറ്റ് മുഖേന പാർട്ട് ടൈം സ്വീപ്പറായിട്ട് കയറി അങ്ങനെ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വിരമിച്ചു. 56 വയസ്സ് റെക്കോർഡ് പ്രകാരം. പക്ഷേ ഇവരെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാഷ് 10ാം ക്ലാസ് 2 കൊല്ലം TTC ഉള്ളൊരു പോട്ടൻ അയാൾ എഴുതിയപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 3 വയസ്സാണ് കൂടിപ്പോയി. അപ്പോൾ 53 വയസ്സ് ഇവർക്ക് ശരിക്കായിട്ടുള്ള 56 വയസ്സിൽ ഇവർ റിട്ടയർഡായി. ഭർത്താവ് നല്ല പ്രായത്തിൽ മരിച്ചുപോയി. അപ്പോൾ അതിനെ കളിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങളോട് ഇടപഴകാനും പിന്നെ വെറുതെ ഇരിക്കാനും എനിക്ക് പറ്റില്ല. TV ഒക്കെ കണ്ട് എത്ര നേരം ഇരിക്കും. മന്ത്രിമാരെ പിണറായി വിജയൻ അല്ലെങ്കിൽ വേറെയുള്ള കാണിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സിനിമ, അതിൻ്റെ ഇടയ്ക്ക് പരസ്യങ്ങൾ, ഒരു പരിധി വിട്ട് എനിക്കിരിക്കാൻ കഴിയില്ല വീട്ടിൽ. ഇപ്പം ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഗൺമാനായിട്ട് പോകണം. അപ്പോൾ 2 അനുഭവം അതിന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഓട്ടോറിക്ഷ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ICICI ബാങ്ക് മഞ്ചേരി ബ്രാഞ്ചിൽ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച, അന്ന് ബാങ്കില്ല, ബാങ്കിന് ഒരു 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മഞ്ചേരി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു ഞായറാഴ്ച ഒരു 10 മണിയൊക്കെ ഉണ്ട് പകൽ രാവിലെ. ഒരു മാരുതി 800 കാറിൽ ഒരു ഭാര്യയും ഭർത്താവ്, 2 ചെറിയ കുട്ടികൾ, ഒരു 10 വയസ്സ് ഒരു 7 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളും. ഇങ്ങനെ ഇവരിങ്ങനെ പാർക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചാൽ അവിടെ വണ്ടി നിർത്തിക്കോട്ടെ, ബാങ്കിൻ്റെ മുന്നിലേക്ക് കയറ്റി. ആയിക്കോട്ടെ കയറ്റി നിർത്തിക്കോട്ടെ. അപ്പോൾ ഞാനവിടെ ഒരു സൈഡിൽ ATMൻ്റെ ആ സൈഡിൽ ചെയർമ ഇരിക്കുക. അതിൽ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി ഇവനെന്നാണ്ട് വിടർന്ന് ചെയ്ത ബെൽറ്റൊക്കെ ഒന്നും കൂടി ശരിയാക്കിയിട്ട്, ഞാനത് വേറെ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇവനിങ്ങനെ വിടർന്നിട്ട് എന്നോട് പറയണേ, ഞാൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറാണ്, ഞാൻ അപ്പുറത്തെ ഓഡിറ്റോറിയത്തിലൊരു പരിപാടിക്ക് വന്നതാണ്, കാറ് ശ്രദ്ധിച്ചോളണം. എനിക്ക് എവിടെന്നാ ദേഷ്യം വന്നതെന്ന് എനിക്കെൻ്റെ മനസ്സിലായില്ല. ഞാൻ ഇരിക്കണ കാസർമനാട് എണീറ്റ് ഞാൻ ഇവനോട് ചോദിച്ചേ, നീ ബാർ ഹോട്ടലിൻ്റെ മുന്നിലാണ് വണ്ടി നിർത്തിയേക്കണത് അല്ലെങ്കിൽ കള്ള് ഷാപ്പിൻ്റെ മുതലാളിൻ്റെ മുറ്റത്താണ്? നിൻ്റെ വണ്ടി വിളിട്ട നീ പ്രിവെൻറ്റീവ് ഓഫീസറാണ്, നിൻ്റെ ഭാര്യ ഈ മക്കളും അല്ലേ ഇത്, നിൻ്റെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്കല്ല അതിൻ്റെ ഗുണം എനിക്കാണോ? നീ വണ്ടി ഇവിടെ ഇടണ്ടാറ്, വണ്ടി എടുക്കണാറ്. നീ പ്രിവെൻറ്റീവ് ഓഫീസർ എന്നുള്ള പ്രിവിലേജിൽ ജീവിക്കുന്ന ഒരാളാണ്. നിൻ്റെ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇത് ബാർ ഹോട്ടലല്ല, ഇത് ബാങ്കിൻ്റെ പാർക്കിങ്ങാണ്. വണ്ടി നിന്നെ ഇവിടെ ഇടാൻ അയക്കണ പ്രശ്നമില്ല. ഞാൻ ചോറും ചായയൊന്നും കുടിക്കാണ്ട് നിൻ്റെ മാരുതി 800 ചെണ്ട നോക്കിയിരിക്കണം എന്നല്ലേ ഇപ്പം നീ എന്നോട് പറഞ്ഞതിൻ്റെ പൊരുൾ. എടുക്കണ വണ്ടി ഞാൻ ഇടാന്ന് തന്നെ വിളിച്ചത്. നീ ഇപ്പം പ്രിവെൻറ്റീവ് ഓഫീസറൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? നിൻ്റെ വിചാരം ജ്വല്ലറീൻ്റെ വീഡിയോ കോലയിലൊക്കെ കുട്ടി വീടി വലിച്ചിരിക്കണ സെക്യൂരിറ്റി ആ കാറ്റഗറിയിലല്ലേ നീ പെടുത്തി? ഞാനൊക്കെ ആരായിരുന്നെന്ന് എനിക്കല്ലത് അറിയാം. വണ്ടി എടുക്കുക പറഞ്ഞു. അവിടുന്ന് ഞാൻ വണ്ടി എടുപ്പിച്ചുണ്ട്. എടുപ്പിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സുഖം എന്നറിയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവന്മാരൊക്കെ പാരസൈറ്റുകളാണ്. ഒരു ബാറിൽ പോയാൽ വെള്ളം അടിച്ചവർക്ക് ബില്ലില്ല. വെള്ള ഷാപ്പിൽ നിന്നൊക്കെ മാസത്തിൽ പൈസ ഉണ്ട്. പിരിവിന് വരുന്ന ആൾക്കാർ എനിക്ക് ഡയറക്റ്റ് അറിയുന്ന കാര്യങ്ങളാണ് അന്നൊക്കെ. ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പം ചിലപ്പോൾ ഡീസൻ്റായി കാണും. അപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണ അത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ എടുത്തത്. അപ്പോൾ ഈ സദാചാരം ഉണ്ടാക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയായിട്ട് മൊറയൂർ അരിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു +2 ഒക്കെ ഉള്ള സ്കൂളുണ്ട്. അപ്പോൾ ടീച്ചർമാരൊക്കെ ഒരു 4 ആൾ കൂടിയിട്ടൊക്കെ വണ്ടി വിളിക്കുക. അപ്പോൾ ഞാൻ ഈ ടീച്ചർമാരായിട്ട് പോകുമ്പോൾ പെൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. റോട്ടിലിങ്ങനെ പരന്ന് നടക്കും.
ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. ഈ കുട്ടികളിങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് വിട്ട് നിർത്തണം. അപ്പം ഞാൻ ഈ ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ ചവിട്ടി നിർത്തി കയറിപ്പോയപ്പോൾ ഈ കുട്ടികളോട് ഒന്ന് സൈഡിൽ നടന്നുകൂടെ കുട്ടികളെന്നെ ചോദിച്ചിട്ടുള്ളൂ. അല്ല എന്നെ ഓവർടേക്ക് ചെയ്ത് 2 ചെക്കന്മാർ ഈ ഇവിടെ തന്നെ +2 പഠിക്കുന്ന ചെക്കന്മാരാണ്. എന്താ പറഞ്ഞതെന്നൊന്നും കേട്ടില്ല. ഇവന്മാർ തൊട്ട് മുന്നിൽ എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ വിലം കിട്ടും. ഒരുത്തനെ ഇങ്ങനെ കാലൊക്കെ ബാക്കിൽ കൂടി അങ്ങനെ എടുത്തിട്ട് എന്താണ് ഒരു സിനിമ സ്റ്റൈലിലൊക്കെ എടുത്തിട്ട് വരാം. നീ എന്താണ് ആ കുട്ടികളോട് ചലച്ചതെന്ന് എന്നോട്. എന്നിട്ട് എന്നെങ്ങനെ തോണ്ടുക. ഞാൻ ഇവന്മാരോട് ചോദിച്ചത് നിനക്കൊക്കെ ഒരു 16 അല്ല 17 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ തോറ്റാൽ 18 ആയിട്ടുണ്ടാവും. നിൻ്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാനൊക്കെ ആർമിയിൽ ജോലിയിൽ കയറിയ ആളാണ്. നിനക്കൊക്കെ ഉത്സവപ്പറമ്പിലെ തല്ലും ഈ പന്തൽ സ്ഥലത്തുള്ള അടിയൊക്കെ കണ്ട് പരിചയമുള്ളൂ. ഞാനൊക്കെ തോക്കിൻ്റെ മുമ്പിൽ ജീവിച്ചാണ് 1000 ചെക്കന്മാരെ. നീ ഞാനെന്താ അവരോട് പറഞ്ഞെന്ന് കേട്ടോ? നീ എൻ്റെ മേലെ തോണ്ടിയല്ല, നീ ഒന്നും കൂടി തോണ്ടി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ലൈഫ് അതോടുകൂടി തീരും. ഞാൻ നിന്നത് അടിക്കുകയൊന്നുമില്ല, ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. എൻ്റെ ജോലി തടസ്സപ്പെടുത്തിയത്. നിങ്ങൾ മൈനറായാലും കേസാകും. പിന്നെ നിൻ്റെ സന്ദേഹം വന്ന് എൻ്റെ അടുത്ത് മുട്ടിലെഴിഞ്ഞിട്ടും കാര്യമില്ല. എക്സ്ക്യൂസ് എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്തില്ല. ഇളവ് വണ്ടി എടുത്ത് പോടാം 1000 ചെക്കന്മാർ പറയും. അപ്പോഴാണ് ബാക്കിലേക്ക് ടീച്ചർമാർ ചോദിക്കണം നിങ്ങൾ പട്ടാളത്തിലായിരുന്നു ചോദിച്ചത്. ആ ടീച്ചർ ഇവന്മാർക്കൊക്കെ വല്ല ഭാഗ്യത്തിരിപ്പുണ്ട്. അവൻ്റെയൊക്കെ തന്തേൻ്റെ പ്രായമല്ല എനിക്ക്. എന്നെ വന്നെത്ത് വണ്ടി ഇത് കണ്ടില്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മര്യാദ ഇല്ല കേട്ടോ പറയും. അത് കുട്ടികൾക്കില്ല ആർക്കുമില്ല പറയും. അത് പോട്ടെ. അങ്ങനെ ഞാൻ കൊണ്ടാക്കി ടീച്ചർമാരെ പൈസ വാങ്ങി പോന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇളവില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ചേച്ചി ഇടയ്ക്ക് എന്നെ വണ്ടി വിളിക്കും, ഈ പറഞ്ഞ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ചേച്ചി പറയും ആ കുട്ടികൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. മറ്റേ പെണ്ണും ആളും കൂടി അതിലേ പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്, ഞാൻ കുണ്ടോട്ടിയിൽ നിന്ന് കണ്ടു, അവരെ മഞ്ചേരിയിൽ നിന്ന് കണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അല്ല പെങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, അവരങ്ങനെ എന്തെങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്തോട്ടെ. അതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റാ? അവർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്കാണ്. അപ്പോഴാണ് ഇവരോട് ഞാൻ കൂടുതൽ പരിചയപ്പെട്ടവളാണ്. ഇവർക്ക് ഏജ് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ റെക്കോർഡ് പ്രകാരമായി ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്ന്, ഭർത്താവ് മരണപ്പെട്ട്. ഇതാണെങ്കിൽ ഒരു എണ്ണമയിൽ നല്ലൊരു സുന്ദരി. അപ്പോൾ എനിക്ക് ഇവരുടെ പൾസ് മനസ്സിലായി. ഞാൻ ചോദിച്ചു നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കും, നിങ്ങൾക്ക് സെക്ഷലായിട്ടൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വെച്ചാൽ. അതൊന്നുമില്ല, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ ആ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം എന്താ ചിന്തിക്കാത്ത ചോദിച്ച്. നടക്കില്ലാന്ന് വിചാരിച്ചിട്ടല്ലേ? എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഈ കൂടെ ഭാര്യമാരെ ചാടി ചിതയിലൊക്കെ ചാടി മരിക്കുമായിരുന്നല്ലോ പണ്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലേ? എന്താ നിങ്ങൾ ചാടി മരിക്കാഞ്ഞ് ഭർത്താവിനെ ചിതയിലിട്ടപ്പോൾ? ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് ജീവിക്കണം. നിങ്ങൾക്ക് കളി കിട്ടാത്ത പ്രശ്നം നല്ലോണമുണ്ട്. നിങ്ങൾക്ക് നല്ല കളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഭംഗിയല്ല, അതിലേറെ ഇരട്ടി ഭംഗി കൂടും. പിന്നെ പോകാൻ സ്ഥലമില്ല എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നല്ല സേഫായിട്ടുള്ള സ്ഥലമുണ്ട്, ഞാൻ കൊണ്ടുപോകാം. ഫുൾ ചിലവ് ഞാൻ എടുക്കാം. നിങ്ങളിപ്പോൾ ഇത്ര 50 ഏജായില്ലേ, നിങ്ങൾ സർക്കാർ കണക്ക് പ്രകാരം റിട്ടയർമെൻ്റ് ആവേണ്ട ആളാണ്, പിരിയുകയും ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ആ ഏജില്ല. നിങ്ങൾ ശരിക്ക് കാഴ്ചയിലൊരു യുവതിയാണ്, ഒരു ജീവി അറിയില്ല. അപ്പോൾ എന്നോട് ചോദിക്കണം നിങ്ങളുടെ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമല്ല. ഞാനിപ്പോൾ ഭാര്യനോട് പോയി പറയാമല്ലോ നിങ്ങളെ കൊണ്ട് പോയി കളിച്ചെന്ന്. നിങ്ങളെന്താ പൊട്ടത്തിയാണ്? അപ്പോൾ എൻ്റെ അത്ര ഹൈറ്റില്ലേ ഇതിന്, കറുത്തിട്ടുണ്ടല്ലോ, കറുപ്പിൽ 7 അഴക്. ഇതിനാട് ഒരു കൊണ്ടവലിയാണ്, കടും നീല സടി. എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, സടി മാത്രം ഇട്ട് സ്ത്രീകളിങ്ങനെ കാണുന്നത് എൻ്റെ ഒരു ദൗർബല്യം. എൻ്റെ സാറേ, ആ പെണ്ണിന് നല്ല കളിയാണ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ടുപോകും. ഇപ്പം അവരെ കണ്ണ് തെളിഞ്ഞ് ആരെങ്കിലും അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണം, ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണം. മഞ്ചേരിയിൽ നിന്ന് കണ്ട് അവനെയും കൂടി കൊണ്ടോട്ടിയിൽ നിന്ന് കണ്ട് ഈ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതാണ് സംഭവം. ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി. ഞാനീ പറഞ്ഞു തരേണ്ടതിൻ്റെ പൊരുളെന്താണെന്നറിയാം. ഇവിടെ ഒരു കളിയും കിട്ടാണ്ട് വീടിൻ്റെ അകത്തളത്തിൽ വാണടിച്ച് നിൽക്കുന്ന കുറേ സ്ത്രീകളും
എവിടെയും ഒന്നും തടയാണ്ട് നിൽക്കണ കുറച്ച് സദാചാര അമ്മാവന്മാരും ഉണ്ട്. ഇവന്മാരാണ് ഈ നാടിൻ്റെ ശാപം. അതിന് ഉദാഹരണമാണ് ഈ ചേച്ചിക്ക് നല്ല സാധനം ഇറക്കി അടിച്ചാണ് കൊടുക്കൽ തുടങ്ങിയപ്പോൾ ചേച്ചീൻ്റെ കംപ്ലൈൻറ്റ് മാറി. അവിടെ ഒരു വർത്താനം പറഞ്ഞ് നിൽക്കുന്നു, തെറ്റല്ലേ? ഇവിടെ അവളെ കണ്ടു, അവനെ ഒരുമിച്ച് കണ്ടു, തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. ഇവർക്ക് മനസ്സിലായി. ഇവർക്ക് ഇറങ്ങൽ തുടങ്ങി, നല്ല സാധനമാണ് ഇറങ്ങി കിട്ടൽ തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ശരിയെന്ന് അവർ സമ്മതിച്ചു. ഈ വടിയെടുക്കണ സദാചാരക്കാരും കുലസ്ത്രീകളും ഓർത്തോ, അല്ലെങ്കിൽ അവരെ പറ്റി മനസ്സിലാക്കി. ഒന്നും നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണത്. യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ, അല്ലെങ്കിൽ കിട്ടണില്ല. അതാണ് ഇവരുടെയൊക്കെ പ്രോബ്ലം. അല്ലാണ്ട് ഇവരെന്തിനാ നാട് നന്നാക്കാൻ നടക്കണത്? സ്വയം നന്നായാൽ പോരെ. വേറുള്ളവർ എങ്ങനെ ജീവിച്ചാലും ഇവർക്കെന്താ? ഇവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ വരെ ഇവർ നന്നാക്കാൻ നടക്കണതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ നമസ്കാരം.